ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെണ്ടയ്ക്ക സ്റ്റൂ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് തയ്യാറാക്കാം. വെണ്ടയ്ക്ക വെച്ചിട്ട് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നറിയാം. വെൽക്കം ടു മൈ ചാനൽ വിപി ആൻഡ് അച്ചു ഹോം. വീഡിയോയിലോട്ട് കിടക്കാം. ഒരു 200 ഗ്രാം വെണ്ടയ്ക്ക കരിയെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക കുക്ക് ചെയ്യുമ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ, കൊഴിഞ്ഞു പിടിക്കാതിരിക്കാൻ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ മേളത്തെ വെള്ളമെല്ലാം ഒരു ടവലോ ടിഷ്യൂ ഉപയോഗിച്ച് നല്ലതുപോലെ തുടച്ച് കളയണം. അങ്ങനെ ചെയ്താൽ വെണ്ടയ്ക്ക കുക്ക് ചെയ്യുമ്പോൾ കൊഴിഞ്ഞു പിടിക്കത്തില്ല. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക ഒരു 4 to 5 മിനിറ്റ് ഇതുപോലെ വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്ക ഇപ്പോൾ നല്ലതുപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇതേ പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അത് നല്ലതുപോലെ ഒരു 30 സെക്കൻഡോളം വഴറ്റിയെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് 2 പച്ചമുളക് കീറിയതും ഒരു തണ്ട് കറിവേപ്പിലയുമാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം വലുപ്പമുള്ള സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കണം. ടേസ്റ്റിന് ആവശ്യമായിട്ട് ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. സവാള ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കശ്മീരി മുളക് പൊടിയാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് മസാലയുടെ ആ പച്ച ടേസ്റ്റൊക്കെ മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയെല്ലാം വെണ്ടയ്ക്കയിൽ നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് പിന്നെ വേണ്ടത് തേങ്ങാപ്പാൽ ചേർക്കണം. തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ 2ാം പാൽ തേങ്ങ പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ എടുക്കുന്ന അളവിൻ്റെ 3 ഇരട്ടി അളവിൽ വെള്ളം ചേർത്ത് 2ാം പാൽ തയ്യാറാക്കി എടുക്കാം. 2ാം പാൽ ചേർത്ത് കൊടുത്ത് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 3 to 4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു അടപ്പ് വെച്ച് അടച്ച്. ഇപ്പം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. വെണ്ടയ്ക്ക നല്ലതുപോലെ വെന്ത് പാലൊക്കെ നല്ലതുപോലെ കുറുകി കെട്ടിയിട്ടുണ്ട്. മസാലയെല്ലാം നല്ലതുപോലെ തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് 1ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1ാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകും. തീയെല്ലാം ഓഫ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. വേറൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ 2 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ വെണ്ടയ്ക്ക സ്റ്റൂ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.